ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നാളികേര ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഉഴുന്നൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. ഏകദേശം അപ്പം എല്ലാം ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇതും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നാളികേര ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ദോശ റൈസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് വാഷ് ചെയ്ത ശേഷം നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ അരി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 4 മണിക്കൂർ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ പച്ചരിയെല്ലാം നന്നായി തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും വെള്ളം ഒന്ന് മാറ്റിയ ശേഷം ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കോക്കനട്ട് ദോശ ആയതുകൊണ്ട് തന്നെ അരി എടുത്ത അതേ അളവിൽ തന്നെയാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1.5 ഗ്ലാസ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 ഗ്ലാസ് എടുത്താലും കുഴപ്പമില്ല. തേങ്ങ നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കുമ്പോൾ അത്രയും ടേസ്റ്റും കൂടും. അതുകൊണ്ടാണ് കുറച്ചുകൂടെ തേങ്ങ കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറിന് പകരം നമുക്ക് അവൽ വേണമെങ്കിലും കുതിർത്തി വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലോട്ട് ഇനി തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ വെള്ളം അല്ലെങ്കിൽ അതിന് പകരം വേണം ചൂടുവെള്ളത്തിൽ വേണമെങ്കിലും നമുക്കിത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ തേങ്ങ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് അരച്ചതിന് ശേഷം വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമുക്കിത് അരച്ചെടുക്കാം. ബാറ്റർ ഇവിടെ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ബാറ്റർ നമുക്ക് ഓവർനൈറ്റ് ഒന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് വെക്കാം. നമുക്കിനി ബാറ്റർ റെഡിയായി ഒന്ന് നോക്കാം. ബാറ്റർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ചെറുതായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മതിയാവും. നമ്മൾ സെറ്റ് ദോശയെല്ലാം ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ ചെറുതായിട്ട് ദോശയുടെ മേലെ ഹോൾസ് എല്ലാം വരുന്നുണ്ട്. സമയം നമുക്കിത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാൻ മതിയാവും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ഇനി മൂടിയും തുറന്ന് നോക്കാം. ദോശ ഇപ്പം നിറയെ ഹോൾസ് എല്ലാം വന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ഓരോ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. നാളികേര ദോശയെല്ലാം റെഡിയായ ശേഷം ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.